പാലക്കാട് അഗളിയിൽ കൂറുമാറിയ അംഗത്തിനെതിരെ കോൺഗ്രസ് പ്രവർത്തകരുടെ അധിക്ഷേപ ഭീഷണി മുദ്രാവാക്യം. നിന്നെ ഞങ്ങൾ എടുത്തോളാം എന്നായിരുന്നു കൂറുമാറിയ മഞ്ജുവിന് നേരെയുള്ള ഭീഷണി മുദ്രാവാക്യം. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ വെച്ചാണ് സംഭവം. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മഞ്ജു LDFന് വോട്ട് ചെയ്ത് പ്രസിഡന്റ് ആവുകയായിരുന്നു. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും. സാജിദ്, കോൺഗ്രസ് സംഘങ്ങളുടെ ഭീഷണിയും പ്രതിഷേധവുമാണ് കണ്ടത്. ഒരുപക്ഷെ അഗളി പഞ്ചായത്ത് ഭരണം അത് UDFന് ലഭിക്കേണ്ടതായിരുന്നു. മഞ്ജു കൂറുമാറിയില്ലെങ്കിൽ അതുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിനപ്പുറത്തേക്ക് വലിയ ഭീഷണിയിലേക്ക് കാര്യങ്ങൾ പോകുകയാണോ? ജിൽസി, ഈ അഗളി പഞ്ചായത്തിൽ UDF അധികാരത്തിൽ എത്തുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. എന്നാൽ വളരെ വലിയൊരു ട്വിസ്റ്റാണ് അവിടെ നടന്നത്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ UDFന് 10 അംഗങ്ങളും LDFന് 9 അംഗങ്ങളും BJPക്ക് 2 അംഗങ്ങളുമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് നോമിനേഷൻ UDFന്റെ ഈ മഞ്ജു LDF സ്ഥാനാർത്ഥിയായി നൽകുകയായിരുന്നു. അങ്ങനെ ഈ മഞ്ജുവിന്റേത് ഉൾപ്പെടെ ഈ LDFന് 10 വോട്ടുകൾ ലഭിച്ചു. UDFനാകട്ടെ 9 വോട്ടുകളാണ് ലഭിച്ചത്. അങ്ങനെ മഞ്ജു പഞ്ചായത്ത് പ്രസിഡന്റായി. സ്വാഭാവികമായും ഇവർക്ക് കൂറുമാറ്റ നിരോധന നിയമപ്രകാരമുള്ള നടപടികളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഈ മഞ്ജുവിന്റെ കൂറുമാറ്റത്തിൽ പ്രതിഷേധിച്ചാണ് ഈ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ഈ കോൺഗ്രസ് പ്രവർത്തകർ ഈ പ്രതിഷേധിച്ചത്. ഇവരെ അധിക്ഷേപിക്കുന്ന ചില മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും ചെയ്തു. അത്തരം കാര്യങ്ങളാണ് നടക്കുന്നത്. ഇനി എന്തായാലും ഈ മഞ്ജു എത്ര കാലം പ്രസിഡന്റ് കസേരയിൽ തുടരാൻ കഴിയുമെന്നുള്ളൊരു ചോദ്യം ബാക്കിയാവുന്നുണ്ട്. ഇങ്ങനെ ഒരാളെ ഈ കൂറുമാറ്റ നിരോധന നിയമം നിലനിൽക്കുമ്പോൾ ഇങ്ങനെ അതിർത്തി മാറ്റിയത് CPM എന്തിനാണ് എന്ന ചോദ്യവും ബാക്കിയാവുന്നു. ശരി, സാജിദ് അജ്മലാണ് വിവരങ്ങൾ നൽകിയത്.